ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. എക്സാം ബൂസ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എക്സാം ബൂസ്റ്റർ 6ാമത്തെ സെഷനാണ് ഇത്. ഇതിന് മുമ്പ് നമ്മൾ 5 സെഷൻ ചെയ്തിട്ടുണ്ട്. ഒരു മോഡൽ എക്സാമും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൂടെ കാണുക കേട്ടോ. ഏകദേശം നമ്മളൊരു 150 ക്വസ്റ്റ്യൻസോളം എബോവ് 150 ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം നമ്മൾ പഠിച്ച് കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനിയുള്ള സമയം നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. അറിയാത്ത ടോപ്പിക്കുകൾ വീണ്ടും വീണ്ടും പഠിച്ച് മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മെത്തേഡ് ഓഫ് ലേണിംഗ് സജസ്റ്റഡ് ബൈ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ്, പിയർ ട്യൂട്ടറിംഗ്, ഡിസ്കവറി ലേണിംഗ്, റെസിപ്രോക്കൽ ടീച്ചിങ്, ഓൾ ഓഫ് ദിസ്. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് ലേണിംഗ് താഴെ തന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. പിയർ ട്യൂട്ടറിംഗ്, ഡിസ്കവറി ലേണിംഗ്, റെസിപ്രോക്കൽ ടീച്ചിങ്, ഓൾ ഓഫ് ദിസ്. ആൻസർ കിട്ടിയോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിസ്കവറി ലേണിംഗ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോഗ്നിറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ലേണിംഗ് മെത്തേഡിനെയാണ് ഈ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡിസ്കവറി ലേണിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റും വരും, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റും വരും. അതുപോലെ തന്നെ അവർ രണ്ട് കൂട്ടരും മെത്തേഡ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് രണ്ടും കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് സജസ്റ്റഡ് ബൈ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ്. അപ്പോൾ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഡിസ്കവറി ലേണിംഗ്, ബ്രെയിൻ സ്ട്രോമിംഗ്, ദെൻ കൺസെപ്റ്റ് മാപ്പിംഗ്. അപ്പോൾ ഈ 3 മെത്തേഡും ഓർത്ത് വയ്ക്കുക. ദെൻ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ റെസിപ്രോക്കൽ ടീച്ചിങ്, നമ്മുടെ വൈഗോട്സ്കി റെസിപ്രോക്കൽ ടീച്ചിങ്ങും അതുപോലെ തന്നെ പിയർ ടീച്ചിങ്ങും പ്രോബ്ലം ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിയാഷെയും ബ്രൂണറൊക്കെ അതിൽ പെടും കേട്ടോ. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈഗോട്സ്കിയുടെ ഏകദേശം ആ ഒരു ടീച്ചിങ് മെത്തേഡ്സ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയ ഒരു ലേണിംഗ് മെത്തേഡാണ്. അതായത് ഡിസ്കവറി ലേണിംഗ്, ബ്രെയിൻ സ്റ്റോമിങ്, കൺസെപ്റ്റ് മാപ്പിംഗ് ഒക്കെ നമുക്ക് പറയാം. ഇതിന് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ലേണിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ടീച്ചിങ്. അപ്പോൾ അവിടെ സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു രീതിക്കുള്ള ഒരു മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ആണ് അവിടെ വരുന്നത്. സോ റെസിപ്രോക്കൽ ടീച്ചിങ്ങും പിയർ ടീച്ചിങ്ങും പ്രോബ്ലം ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എക്സാമിന് ഓരോരോ പ്രാവശ്യം ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയല്ലോ. അറിയാത്തതുകൊണ്ട് നോട്ട് ചെയ്ത് പഠിക്കുക. മേ ബി ഇത് കുറച്ച് പേർക്കെങ്കിലും അറിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Cognition develops through the constant process of interaction between the child and the environment. This principle is reflected in Thorndike's learning theory, Piaget's cognitive development theory, Tolman's signal learning, Kohler learning theory. ആൻസർ കിട്ടിയോ? ആൻസർ രണ്ടാമത്തെ ഓപ്ഷനാണ്, പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. അപ്പോൾ കൊഗ്നിഷൻ എന്ന് പറയുന്നത്, കൊഗ്നിഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ത്രൂ ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ചൈൽഡ് ആൻഡ് ദ എൻവിയോൺമെൻറ്റ്. ചൈൽഡും എൻവിയോൺമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മൂലം അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ മൂലം നടക്കുന്നൊരു പ്രോസസ്സാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു തോട്ട് വരുന്നത് നമ്മുടെ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കുറേ ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മോഡൽ എക്സാമിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു. അന്നേരം കുറേ നമ്മൾ ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടിയോ എന്നുള്ള കാര്യം എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട 1-2 നോക്കാം. നോക്കൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ടേക്സ് പ്ലേസ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു പിയാഷെയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നടക്കുന്നത്? ഡിഫറെൻറ്റ് റേറ്റ്സിലാണ്, അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഓരോ സ്റ്റേജിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നു എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇദ്ദേഹം പറയുന്നത്. ദെൻ കൊഗ്നിഷൻ ഡെവലപ്സ് ത്രൂ ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് എൻവിയോൺമെൻറ്റ്. കണ്ടോ, കൊഗ്നിഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്? ത്രൂ ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദ എൻവിയോൺമെൻറ്റ്. കുട്ടി എൻവിയോൺമെൻറ്റുമായി തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? കൊഗ്നിഷൻ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ്. അത് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ ആണല്ലോ. ഇനി പിയാഷെസ് തിയറി ഫോക്കസസ് നോട്ട് ഓൺലി ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ചിൽഡ്രൻ അക്വയർ നോളജ് ബട്ട് ഓൾസോ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ദ ചൈൽഡ് ഇൻ ദിസ്. അപ്പോൾ ഈ ഒരു പിയാഷെയുടെ തിയറി
കുട്ടികൾ എങ്ങനെ നോളജ് അക്വയർ ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമല്ല അവിടെ ഫോക്കസ് ചെയ്യുന്നത്, പകരം എന്തും കൂടി ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ അണ്ടർസ്റ്റാൻഡിങ് ദി നാച്ചർ ഓഫ് ദ ചൈൽഡ്സ് ഇൻ്റലിജൻസ്, കുട്ടിയുടെ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യം കൂടി അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. Then Piaget envisioned a child knowledge as composed of schemas. അപ്പോൾ നമ്മൾ പറഞ്ഞു പിയാഷയുടെ കൺസെപ്റ്റാണ് സ്കീമ, അല്ല ദ ബേസിക് യൂണിറ്റ് ഓഫ് നോളജ് യൂസ്ഡ് ടു ഓർഗനൈസ് പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് സെർവ്സ് ആസ് എ ബേസിസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ന്യൂ വൺസ്. അപ്പോൾ നമ്മുടെ ഒരു നോളജിൻ്റെ ബേസിക് ആയിട്ട് ഇദ്ദേഹം കണക്കാക്കുക, അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ഓഫ് നോളജ് എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ എന്താണ്, സ്കീമ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെയാണ് പറയുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ദെൻ കൊഗ്നിഷൻ ഡെവലപ്സ് ഇൻ ദി ലേണേഴ്സ് ത്രൂ ദി ഇൻട്രാക്ഷൻ ഓഫ് ദി ഇന്നേറ്റ് പവേഴ്സ്, ഹെറിഡിറ്റി, എൻവയോൺമെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ. അപ്പോൾ ഈ 3 കാര്യം കൂടി ഇദ്ദേഹത്തിൻ്റെ ഫോക്കസിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. ഇൻ ദി കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫ്രെയിം ദ ചൈൽഡ് ഈസ് വ്യൂഡ് ആസ് blank slate whose life is shaped entirely by experience, a passive being who can be shaped and molded in any form through conditioning, a problem solver and a scientific investigator, miniature adult who is less than adult in all aspects such as size, cognition, emotions. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഈസ് വ്യൂഡ് ആസ്, കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് അതിൽ കാണുന്നത്, എങ്ങനെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫ്രെയിമിൽ ദ ചൈൽഡ് ഈസ് വ്യൂഡ് ആസ്? ഓപ്ഷൻ 3ാമത്തെ ഓപ്ഷനാണ് കേട്ടോ, എ പ്രോബ്ലം സോൾവർ ആൻഡ് എ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് 1-2 പോയിൻറ്റ്സ് നിങ്ങളുടെ മനസ്സിൽ ഈ സംഭവങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് പറയാം. അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫ്രെയിമിൽ കുട്ടി എന്ന് പറയുമ്പോൾ എ ചൈൽഡ് ഈസ് വ്യൂഡ് ആസ് ഇമാജിനേറ്റീവ് ഓൺ ദി ബേസ് ഓഫ് സോഴ്സസ്. അപ്പോൾ സോഴ്സസിൻ്റെ ബേസിൽ കുട്ടി എന്താണ്, ഇമാജിനേറ്റീവ് അല്ലെങ്കിൽ ഇമാജിനേഷനുള്ള കഴിവുള്ള കുട്ടിയായിട്ടാണ് എപ്പോഴും കാണുന്നത്. ദെൻ ലിറ്റിൽ സയൻറ്റിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ദെൻ മീനിങ് മേക്കേഴ്സ് എന്നാണ്, മാർക്കേഴ്സ് അല്ല, മേക്കേഴ്സ് ഓഫ് മീനിങ് മേക്കർ ആയിട്ടാണ് കാണുന്നത്. ദെൻ പ്രോബ്ലം സോൾവർ ആൻഡ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടും പ്രോബ്ലം സോൾവർ ആയിട്ടും ഒക്കെയാണ് കാണുന്നത്. ദെൻ ക്രിയേറ്റർ ഓഫ് നോളജ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ, ഒരു സോഷ്യൽ ഇൻട്രാക്ഷനിൽ വരുന്ന സമയത്ത് കുട്ടിക്ക് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന വ്യൂ പോയിൻ്റാണ് വരുന്നത്. ദെൻ ബിൽഡർ ഓഫ് ന്യൂ നോളജ് ബൈ ആക്ടിവേറ്റിംഗ് ദ പ്രീവിയസ് കണക്ട് ചെയ്ത് പുതിയ നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിവുള്ള രീതിക്കാണ് കുട്ടിയെ കാണുന്നത്. ഓക്കെ ആണല്ലോ, ഇത്രയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫ്രെയിം വർക്കിൽ ദ ചൈൽഡ് ഈസ് വ്യൂഡ് ആസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയത് മറ്റു ഓപ്ഷൻസ് നോക്കിയാൽ ബ്ലാങ്ക് സ്ലേറ്റ് ഹൂസ് ലൈഫ് ഇസ് എൻറ്റേർലി ഷേപ്ഡ് ബൈ, ഒരു കുട്ടീൻ്റെ ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടാണ് കാണുന്നത്. അവിടെ എല്ലാം കുട്ടിയുടെ ആ മൊത്തം എക്സ്പീരിയൻസിൽ ബേസ് ചെയ്തിട്ടാണ് കുട്ടി ഹൂസ് ലൈഫ് ഇസ് ഷേപ്ഡ് എൻറ്റേർലി ബൈ എക്സ്പീരിയൻസിലാണ് ആ കുട്ടിയുടെ ലൈഫ് ഷേപ്പ് ആവുന്ന രീതിക്ക്. അങ്ങനെ നമുക്ക് ഒരിക്കലും ബ്ലാങ്ക് സ്ലേറ്റ് ഒക്കെ കാണാം. കുട്ടികളുടെ അടുത്തും നോളേജ് ഉണ്ട് അല്ലേ, സോ അങ്ങനെ ബ്ലാങ്ക് സ്ലേറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റില്ല. ദെൻ പാസീവ് ബീങ്, ഒരിക്കലും പാസീവ് അല്ല. കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത്. ദെൻ ഹു ക്യാൻ ബി ഷേപ്ഡ് ആൻഡ് മോൾഡ് ഇൻ ടു എനി ഫോം ത്രൂ കണ്ടീഷനിലൂടെ അവർ എങ്ങനെ വേണമെങ്കിൽ മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പാസീവ് ബീയിങ് ആയിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ അത് ഒബ്സല്യൂട്ട്ലി എന്താ തെറ്റാണ് അല്ലേ. ദെൻ തേർഡ് വൺ റൈറ്റ് ആണ് നമ്മൾ പറഞ്ഞു. ദെൻ മീനിയേച്ചർ അഡൽട്ട് ഹു ഈസ് ലെസ് ദാൻ അഡൽട്ട് ഇൻ ഓൾ ആസ്പെക്ട്സ് സച്ച് എ സൈസ്, കൊഗ്നിഷൻ, ഇമോഷൻ. ഒരു മീനിയേച്ചർ അഡൽട്ട് ആയിട്ടാണ്, അതായത് ഇവിടെ ഹു ഈസ് ലെസ് ദാൻ അഡൽട്ടിനെക്കാളും താഴെ ഇൻ ഓൾ ആസ്പെക്ട്, അവർ സൈസിലും അവർ കൊഗ്നിഷനും ഇമോഷൻസ്, അപ്പോൾ എല്ലാ തരത്തിലും അവർ എല്ലാം കുറവ്, അതായത് സൈസ് മാത്രമല്ല അവർ കൊഗ്നിറ്റീവ് പവർ കുറവാണ്, അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ട് എല്ലാം അവർ ചെറുതായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാലും അതെന്താണ്, തെറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫ്രെയിം വർക്കിൽ നമ്മൾ പറഞ്ഞു ഈ പോയിൻ്റൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. ലിറ്റിൽ സയൻറ്റിസ്റ്റ് ആയിട്ടും മീനിങ് മേക്കർ ആയിട്ടും സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ, പ്രോബ്ലം സോൾവർ, നോളജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു വ്യൂ പോയിൻ്റ് ഒക്കെയാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, 4th വൺ നോക്കാം. Which of the following school emphasizes on learning by insight? Psychoanalytical theory, behaviorism, connectionism, Gestalt theory. ഇൻസൈറ്റ്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഇത് ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഗെസ്റ്റാൾട്ട് തിയറിയാണ്. ലേണിംഗ് ബൈ ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ ഗെസ്റ്റാൾട്ട് തിയറിയാണ്. Then next question, right action is defined by self-chosen ethical principles of conscience that are valid for all humanity regardless of the law and social agreement. അപ്പോൾ ഇത് നമ്മുടെ ഏത് സ്റ്റേജിലാണെന്നുള്ളതിനെ ഓർത്താൽ മതി. കോൾബർഗിൻ്റെ ഏത് സ്റ്റേജാണെന്ന് പറഞ്ഞാൽ മതി. സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ, ദ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ, ദ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ, ദ ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കും നമ്മൾ ബൂസ്റ്റർ സെഷനിൽ തന്നെ എക്സാം ബൂസ്റ്റർ റിവിഷൻ ക്ലാസ്സസിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനോട് പോകുന്നില്ല, നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൻസർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ പറഞ്ഞു സെൽഫ് ചൂസൺ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് പ്രകാരമാണ്
അവിടെ മോറൽ വാല്യൂസ് എല്ലാം വരുന്നതിൽ അല്ലെങ്കിൽ മൊറാലിറ്റി ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് എന്ത് പറയാം? ദാറ്റ് സ്റ്റേജ് ഈസ് ദ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പൽ ഓറിയൻറ്റേഷൻ ആണ് അല്ലേ? ദ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പൽ ഓറിയൻറ്റേഷൻ. അപ്പോൾ നമ്മുടെ കേറ്റിറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ തിയറീസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മോക്ക് ടെസ്റ്റുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദി ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഈസ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, പെർഫോമൻസ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇവിടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീൻസ് ഓൾ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് വരുന്നത്? CCE ആണല്ല, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. നെക്സ്റ്റ്, what did Freud consider the paternal love of girls? Oedipus complex, Electra complex, narcissism, feeling of dependence. നല്ലൊരു ചോദ്യമാണ്, നമുക്ക് മുമ്പൊക്കെ എക്സാമിന് എന്നും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് അല്ലേ. അപ്പോൾ paternal love of girls വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രാ കോംപ്ലക്സ് അല്ലേ. നമ്മൾ പറഞ്ഞു നമ്മുടെ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ, ഫ്രോയിഡിൻ്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നമ്മൾ ഫാലിക് സ്റ്റേജിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രോ കോംപ്ലക്സും. അപ്പോൾ ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രോ കോംപ്ലക്സും എന്താണ്? ബോയ് സെൻസ് ഓഫ് അഫെക്ഷൻ ഫോർ ഹിസ് മദർ. അപ്പോൾ ആൺകുട്ടികൾക്ക് അമ്മയോടുള്ള ഒരു അട്രാക്ഷനും അച്ഛനോടുള്ള ഒരു ചെറിയൊരു നീരസവും അമ്മയോടുള്ള ഒരു അട്രാക്ഷനുമാണ് അവിടെ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതേസമയം ഗേൾസ് എന്ന് പറയുമ്പോൾ അവിടെ അച്ഛനോടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള അച്ഛനോടുള്ള ഒരു അട്രാക്ഷൻ, അഫെക്ഷനാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ കോംപ്ലക്സ് കേട്ടോ. ഇത് തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാ കോംപ്ലക്സും മനസ്സിലായല്ലോ. ഇവിടെ എന്താണ്? പാറ്റേണൽ ലോ ഓഫ് ഗേൾസ് ആണ്. അപ്പോൾ ഗേൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഇലക്ട്ര. അപ്പോൾ ഇലക്ട്ര എന്ന് പറയുമ്പോൾ ഗേൾസിൻ്റെ പേരായിട്ടൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇലക്ട്രാ കോംപ്ലക്സ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ദ ടേം ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി implies that all students should receive education as per their caste, creed, color, region, then be allowed to prove their capability after receiving an equal education, be provided education by using the same methods and materials without any distinction, then be provided with an education that is most appropriate to them and their future life at work. ഒന്നും കൂടി മനസ്സിരുത്തി വായിക്കുക. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിൽ നോക്കുകയാണെങ്കിൽ ദ ടേം ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? തന്ന ഓപ്ഷനിൽ നോക്കുക, ഏതാണ് റൈറ്റ് ആയിട്ട് വരുന്നത്? implies that all students should be provided with an education that is most appropriate. എല്ലാവർക്കും നന്നായിട്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് ഫ്യൂച്ചറിൽ അവർ ലൈഫ് നല്ല രീതിയിൽ സെറ്റായി കൊണ്ടുപോകാൻ രീതിക്കുള്ള അവർക്ക് ലൈഫ് നീഡ്സ് അല്ലെങ്കിൽ അവർ ഫ്യൂച്ചർ നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ചിൽഡ്രൻ are seen as passive imitators, active explorers, blank slates, miniature adults. അപ്പോൾ നമ്മളിത് മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിലൊക്കെ വരുന്ന ഒരു സംഭവമാണ്, അല്ല കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫ്രെയിം വർക്കിലൊക്കെ വരുന്ന അതേ ഏകദേശം ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് ഏതായിരിക്കും വരിക? ഇൻ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിൽ കുട്ടികളെ എങ്ങനെയാണ് കാണുന്നത്? അവിടെ എന്താണ്? ആക്റ്റീവ് എക്സ്പ്ലോറേഴ്സ് ആണ് കാണുന്നത് അല്ലേ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ആസ് പെർ ദ NCF 2005 ദ റോൾ ഓഫ് ടീച്ചർ ഈസ് ദാറ്റ് ഓഫ് എ ലീഡർ, ഇവാലുവേറ്റർ, ഫെസിലിറ്റേറ്റർ, ഓൾ ഓഫ് ദ എബോവ്. ഇപ്പോൾ റോൾ ഓഫ് ദ ടീച്ചർ NCFൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എന്താണ് ദ ടീച്ചർ റോൾ എന്ന് പറയുന്നത്? അവിടെ ഫെസിലിറ്റേറ്റർ ആണ്, ഒരു ഫെസിലിറ്റേറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. 10 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ പേരൊന്നും കമൻറ്റും ലൈക്കും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്കും കൂടി സന്തോഷം. നിങ്ങളുടെ മാർക്കൊക്കെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ മാർക്കൊക്കെ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സസ് ഇഷ്ടപ്പെടുകയാണ് അതൊന്ന് കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. എക്സാം എല്ലാം അടുത്ത് എത്താറായി. നന്നായിട്ട് നിങ്ങൾക്ക് സൈക്കോളജി ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30+ ഉറപ്പാണ് കേട്ടോ. കുറച്ചും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ 35+ ഒക്കെ എന്തായാലും കിട്ടും. എന്തെങ്കിലും ഒരു 3-4 ക്വസ്റ്റ്യൻസ് തന്നെ മിക്കവാറും നമുക്ക് മേ ബി പുറത്തു നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് എങ്ങനെ പോയാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 35+ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നേടാൻ സാധിക്കും നമ്മുടെ കേറ്റഡ് കാറ്റഗറി 3ൻ്റെ കാര്യത്തിൽ. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എക്സാം ബൂസ്റ്റർ സെഷനിലായിട്ട് നെക്സ്റ്റ് ഡേ നാളെ തന്നെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്. താങ്ക് യു.